ഇപ്പം കീർത്തനങ്ങൾ പാടുകയും അതിൻ്റെ സാരാംശങ്ങളെ ഗ്രഹിക്കുകയും എന്നിട്ട് അകത്തോട്ട് തന്നെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂർണ്ണാവസ്ഥയെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ തന്നെത്താൻ തന്നോട് ആലോചിച്ച് ദൈവമുളവാക്കിയ ലോകത്തിൽ അതിൻ്റെ സമ്പൂർണ്ണാവസ്ഥയിൽ നിൽക്കുന്ന സമ്പൂർണ്ണ സൃഷ്ടിയാകുന്ന മനുഷ്യൻ തന്നോട് തന്നെ ചിന്തിക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ പരിപൂർണാവസ്ഥയിലെത്തുവാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നോട് ചിന്തിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ആത്മാവിനൊരു തെളിച്ചമുണ്ടാകണം. അതിനാണ് ഈ നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. ആ നിയമത്തെ കർശനമായി പാലിക്കുവാനുള്ള ഒരു ഉൾപ്രേരണ ബോധം അത് നിങ്ങളിൽ തന്നെ രൂഢമൂലമായി വരണം. അതാരെങ്കിലും പറഞ്ഞാൽ മാറിപ്പോകുന്നതോ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒഴിവായി പോകുന്നതോ ഒന്നുമല്ല. യുഗങ്ങൾ മാറിയാലും കാലാവസ്ഥകൾ മാറിയാലും എന്തെല്ലാം സാഹചര്യങ്ങൾ മാറിയാലും പരിതസ്ഥിതികളെല്ലാം മാറി മറിഞ്ഞാലും മാറാത്ത ഒരു വസ്തുവേ ഉള്ളൂ. അതെന്താണ്? സത്യം. അതുകൊണ്ടാണ് അതിനെ നിത്യമെന്ന് പറയുന്നത്. അങ്ങനെ മാറ്റപ്പെടാത്ത സത്യത്തെ നിങ്ങളുടെ ഉൾക്കാമ്പിൽ നിലനിർത്തുവാൻ വേണ്ടി ഗുരു പരിശ്രമിക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് നിന്നാൽ മതി. എല്ലാം സ്വാഭാവികമായി അങ്ങ് സംഭവിച്ചുകൊണ്ടേയിരിക്കും.